أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لم يلد ولم يولد السلام عليكم ورحمة الله وبركاته സൂറ ഇഖ്ലാസിലെ 4-ാമത്തെ ആയത്താണ് ഓതി കേൾപ്പിച്ചത്. അർത്ഥം ഇപ്രകാരമാകുന്നു: അവന് പുത്രനാരുമില്ല, അവൻ ആരുടെയും പുത്രനുമല്ല. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി പറയുന്നു, ഈ സൂറത്തിൻ്റെ തുടക്കത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു പറഞ്ഞിരുന്നു, ഒരു ദൈവമുണ്ട്, അവൻ ഏകനാകുന്നു. ഇതിന് തെളിവായി അള്ളാഹു സമദ് എന്ന് പറഞ്ഞു. അതായത് അള്ളാഹു ഏകനാണ് എന്നതിന് തെളിവ് ഈ ലോകത്ത് ഒന്നും തന്നെ കാമിലല്ല, പൂർണ്ണമല്ല, മറിച്ച് ഈ ലോകത്തിലെ സർവ്വതും മറ്റൊന്നിനെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. അള്ളാഹുവിൻ്റെ അസ്തിത്വം മാത്രമാണ് പരിപൂർണമായ അസ്തിത്വം. അവന് ഒരു ആശ്രയത്തിൻ്റെയോ ഒരു സഹായത്തിൻ്റെയോ ആവശ്യമില്ല. അള്ളാഹു സമദ് എന്ന് പറഞ്ഞതിന് ശേഷം ലം യലിദ് വലം യൂലദ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ സമദീയത്തിനുള്ള തെളിവാണ് നൽകിയിരിക്കുന്നത്. പറയുന്നു, അള്ളാഹു സമദ്, അതായത് അള്ളാഹു സ്വാശ്രയനാണ്, അവന് ഒരു ആശ്രയത്തിൻ്റെയും ആവശ്യമില്ല. പക്ഷേ ഈ ലോകത്തിലെ എല്ലാം തന്നെ അവനെ ആശ്രയിച്ചാണുള്ളത്. ആശ്രയം എന്താണ്? ഈ ആശ്രയം അല്ലെങ്കിൽ ആരാണ് ആശ്രയൻ? ഹുസൂർ വിവരിക്കുന്നു, ഒരാൾ അല്ലെങ്കിൽ ഒരു സാധനം എന്തായിരുന്നാലും 2 കാരണത്താലാണ് ആശ്രയനാവുക. ഒന്ന്, താൻ ഉണ്ടായതിനേക്കാൾ മുമ്പുള്ള ബന്ധം കാരണവും. 2, താൻ ഉണ്ടായതിന് ശേഷം നിലനിർത്തുന്ന ബന്ധം കാരണവും. അതായത് ഇതിനെ വിവരിച്ചുകൊണ്ട് ഹുസൂർ പറയുന്നു, താൻ ഉണ്ടായതിനേക്കാൾ മുമ്പുള്ള ബന്ധം കാരണം ഒരാൾ അല്ലെങ്കിൽ ഒരു സാധനം ആശ്രയനാവും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ഒരു മനുഷ്യനോ അല്ലെങ്കിൽ ഒരു സാധനമോ എന്തു തന്നെ ആയാലും താൻ ഉണ്ടാവുന്നതിനേക്കാൾ മുമ്പ് നടന്ന ഒരു ബന്ധത്താലാണ് സൃഷ്ടിക്കപ്പെടുന്നത്. അതായത് ഈ ലോകത്തിലെ എല്ലാ സാധനവും സർവ്വതും റിയാക്ഷൻ കാരണത്താലാണ് സൃഷ്ടിക്കപ്പെടുന്നത്. പാർട്ടിക്കിൾസ് തമ്മിൽ ഫ്യൂഷൻ നടക്കുന്നു. ആ ഫ്യൂഷൻ്റെ റിസൾട്ടായാണ് ഒരു പുതിയ സാധനം അസ്തിത്വത്തിൽ വരുന്നത്. ഏതെങ്കിലും കാരണത്താൽ, ഹുസൂർ പറയുന്നു, ഏതെങ്കിലും കാരണത്താൽ ഒരു വസ്തു അസ്തിത്വത്തിൽ വരികയാണെങ്കിൽ ആ വസ്തു ഒരിക്കലും സ്വാശ്രയനല്ല. എന്തുകൊണ്ടെന്നാൽ ആ കാരണം ഇല്ലായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ആ ബന്ധം ഇല്ലായിരുന്നുവെങ്കിൽ തൻ്റെ അസ്തിത്വം തന്നെ ഉണ്ടാവുമാറായിരുന്നില്ല. ഇനി 2-ാമത്തെ കാരണം, അതായത് താൻ ഉണ്ടായതിന് ശേഷം നിലനിർത്തുന്ന ബന്ധം കാരണം ഒരാൾ അല്ലെങ്കിൽ ഒരു വസ്തു ആശ്രയനാകും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, താൻ ഉണ്ടായതിന് ശേഷം തന്നിൽ നിന്ന് മറ്റെന്തെങ്കിലും ഉണ്ടാവുന്നുണ്ടെങ്കിൽ താൻ സ്വാശ്രയനല്ല എന്നാണ്. ഇതിനെ വിവരിച്ചുകൊണ്ട് ഹുസൂർ പറയുന്നു, ഈ ലോകത്ത് ഒരു അസ്തിത്വവും തൻ്റെ ഉദ്ദേശ ലക്ഷ്യത്തിൽ പൂർണ്ണമായും വിജയിക്കുന്നത് വരെ നിലനിൽക്കുകയും അതോടൊപ്പം തന്നെ തൻ്റെ പ്രതിനിധിയെയോ സഹായിയെയോ ഉണ്ടാക്കുന്നതായി കാണാൻ സാധിക്കുന്നതല്ല. അതായത് ഒരു മനുഷ്യനോ അല്ലെങ്കിൽ ഒരു വസ്തുവോ സ്വയം തന്നെ തൻ്റെ ഉദ്ദേശ ലക്ഷ്യത്തിൽ വിജയിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അവന് ഒരു സഹായിയുടേതോ അല്ലെങ്കിൽ ഒരു ആശ്രയത്തിൻ്റേതോ ആവശ്യമെന്തുണ്ട്? അവൻ ഒരാൾ തന്നെ ധാരാളമായിരുന്നു. വിവരിച്ചതിൻ്റെ ചുരുക്കം, അഥവാ ഏതെങ്കിലും സാധനം തന്നിൽ നിന്ന് മറ്റൊരു സാധനം അല്ലെങ്കിൽ തൻ്റെ പ്രതിനിധിയെ അല്ലെങ്കിൽ തൻ്റെ സഹായിയെ
ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം താൻ സ്വാശ്രയനല്ല എന്നാണ്. ഇവിടെ ഈ ആയത്തിൽ അള്ളാഹു ലം യലിദ് വലം യൂലദ്, താൻ ആരിൽ നിന്നുമല്ല ഉണ്ടായത്, തന്നിൽ നിന്ന് ആരും തന്നെ ഉണ്ടാകുന്നതുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ രണ്ട് തരത്തിലുള്ള ബന്ധങ്ങളെയും റദ്ദാണ് ചെയ്യുന്നത്. അങ്ങനെ റദ്ദ് ചെയ്തുകൊണ്ട് തൻ്റെ സമതയത്താണ് വിവരിക്കുന്നത്, അല്ലെങ്കിൽ താൻ സ്വാശ്രയനാണ് എന്ന് തെളിയിക്കുകയാണ് ചെയ്യുന്നത്. ഈ സൂറത്തിൻ്റെ തഫ്സീർ തുടങ്ങുമ്പോൾ ആദ്യം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ സൂറത്ത് പല മുഫസ്സിരീങ്ങളും വിവരിച്ചിട്ടുണ്ട്. അതായത് ഈ സൂറത്ത് ഈ അഹദ്, സമദ്, ലം യലിദ് വലം യൂലദ് എന്നുള്ളത് അത് ഒരു റൈമിംഗ് വേർഡ് പോലെ ശരിയായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ആ വാക്കുകൾ കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് പറഞ്ഞതിന് ഹുസൂർ പറഞ്ഞിരുന്നു. അങ്ങനെയല്ല, മറിച്ച് ഈ സൂറത്തിലെ ഓരോ ആയത്തും അതിൻ്റെ മുമ്പുള്ള ആയത്തിനെ വിവരിക്കുകയാണ്, അല്ലെങ്കിൽ തെളിവായിട്ടാണ് വന്നിട്ടുള്ളത് എന്ന് പറയുന്നു. ഹുവല്ലാഹു അഹദ്, ഈ സൂറത്തിൽ പറഞ്ഞത് ഹുവല്ലാഹു അഹദ്, അല്ലാഹു സമദ്, ലം യലിദ് വലം യൂലദ്. അള്ളാഹു ഏകനാകുന്നു. എങ്ങനെയാണ് അള്ളാഹു ഏകനാകുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അള്ളാഹു അഹദ്? കാരണം അള്ളാഹു സമദാണ്, അള്ളാഹു സ്വാശ്രയനായതുകൊണ്ടാണ് അള്ളാഹു അഹദ്. എങ്ങനെയാണ് അള്ളാഹു സ്വാശ്രയനാവുക? കാരണം അവൻ ആരിൽ നിന്നുമല്ല ഉണ്ടായത്, അവനിൽ നിന്ന് ആരും തന്നെ ഉണ്ടാകുന്നതുമല്ല. അതായത് അവൻ്റെ പ്രതിനിധിയായി ആരും തന്നെ ഇല്ല, അതുകൊണ്ടാണ് അവൻ സ്വാശ്രയൻ. ബാക്കി ഇൻഷാ അല്ലാഹു തആല അടുത്ത ദർസിൽ വിവരിക്കുന്നതാണ്.